സൗദിയിൽ സന്ദർശനം നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി. ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന് ശേഷം ആദ്യ ഗൾഫ് സന്ദർശനമാണ് സൗദിയിൽ നടന്നത്. പ്രാദേശിക നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കിടെ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന ഔദ്യോഗിക പര്യടനത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ അബ്ബാസ് അരാഗ്ചി സൗദിയിലെത്തിയത്. ബുധനാഴ്ച രാവിലെ ജിദ്ദയിലെത്തിയ അദ്ദേഹത്തെ സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനാണ് വരവേറ്റത്. പിന്നാലെ ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഊഷ്മളമായി വരവേൽക്കുകയും വിശദമായ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രക്ഷുബ്ധമായ നിലവിലെ സാഹചര്യം മറികടക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. സൗദിയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഇരുവരും വിശകലനം ചെയ്തു. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സഹായിക്കുമെന്ന് സൗദി കിരീടാവകാശി പ്രത്യാശ പ്രകടിപ്പിച്ചു. തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമായി നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള സംഭാഷണത്തെ പിന്തുണയ്ക്കുന്നതിൽ സൗദി അറേബ്യയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച സൗദി അറേബ്യയുടെ നിലപാടിന് ഇറാൻ വിദേശകാര്യമന്ത്രി നന്ദി അറിയിക്കുകയും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കാനുള്ള കിരീടാവകാശിയുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനെ കൂടാതെ പ്രതിരോധ മന്ത്രി അമീർ ഖാലിദ് ബിൻ സൽമാൻ, സഹമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഡോക്ടർ മുസാഅദ് അൽ ഇബാൻ, സൗദിയിലെ ഇറാൻ അംബാസഡർ അലി റിസ ഇനായത്തി, നിയമ അന്താരാഷ്ട്ര കാര്യങ്ങൾക്കുള്ള വിദേശകാര്യ സഹമന്ത്രി ഖാസിം ഗരിബാബാദി, വിദേശ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി, ജിദ്ദയിലെ ഇറാൻ കോൺസൽ ജനറൽ ഹസൻ സർനഗാർ എന്നിവർ അൽസലാം കൊട്ടാരത്തിലെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിരോധ മന്ത്രി അമീർ ഖാലിദ് ബിൻ സൽമാനും വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനുമായി ഇറാൻ വിദേശമന്ത്രി പ്രത്യേകം ചർച്ചകൾ നടത്തി. അതേസമയം US മധ്യസ്ഥതയിലുള്ള ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ കരാറിനെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തിരുന്നു. 11 ദിവസത്തെ യുദ്ധത്തിന് ശേഷം സംഘർഷം ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന നിലപാട് സ്വീകരിച്ചതിനെ മന്ത്രാലയം സ്വാഗതം ചെയ്യുന്നതായി എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരുന്നു. കരാർ ഉണ്ടാക്കുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു. എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ബലപ്രയോഗത്തിനും നിന്നും ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള പ്രതിബദ്ധത വരുന്ന കാലഘട്ടത്തിലും രാജ്യം ഉറ്റുനോക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. കരാർ മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും വഷളാക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുമെന്ന് സൗദി അറേബ്യ പ്രതീക്ഷിച്ചിരുന്നു. പ്രാദേശിക തർക്കങ്ങളും സംഘർഷങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായ സംഭാഷണവും നയതന്ത്ര മാർഗങ്ങളും സ്വീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിൽ രാജ്യം ഉറച്ച നിലപാട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മന്ത്രാലയം അന്ന് പറഞ്ഞിരുന്നു. ഇത് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുകയും മേഖലയിലെ ലോകത്തും സുരക്ഷാ, സ്ഥിരത, സമൃദ്ധി, പുരോഗതി എന്നിവ ഏകീകരിക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രയേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ സൗദി അറേബ്യ രഹസ്യമായി തടഞ്ഞിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിനിടെയായിരുന്നു സൗദി ഇറാന്റെ ഡ്രോണുകൾ തടഞ്ഞിരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാധ്യമ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാഖിനും ജോർദാനും ഇടയിലുള്ള വ്യോമാതിർത്തി കടന്ന ഡ്രോണുകളെ വെടിവെച്ചു വീഴ്ത്താൻ സൗദി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചതായും ഇസ്രയേലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവയെ തടഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.